അങ്ങനെ എല്ലാവർക്കും പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം. അപ്പം ഞങ്ങൾ ഇന്ന് പോകുന്നത് ഒരു സ്പെഷ്യൽ ദോശ കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഇപ്പോൾ സമയം ഏകദേശം 6 മണിയായി. മുകളിൽ നല്ല മഴക്കാറുണ്ട്. അപ്പോൾ മൊത്തം ഒരു 25 കിലോമീറ്ററോളം കയറ്റം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഹൈ റേഞ്ചിലോട്ടാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. മഴ വരാനുള്ള സാധ്യതകൾ ഇവിടെ കാണുന്നുണ്ട്. പക്ഷെ വന്നെങ്കിൽ പൊളിയായിരിക്കും. കാരണം ഈ ചൂടത്ത് മഴ നനഞ്ഞ് തണുപ്പത്ത് നമുക്കൊരു വൈബ് ചെയ്ത് പോവാം. അപ്പം നമ്മുടെ കൂടെ ക്യാമറമാനായിട്ട് മിസ്റ്റർ റോഫും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് പോവാം അല്ലേ? പോടാം. എടാ, പോകുന്ന വഴിക്ക് ഒരു പ്രത്യേകത ഒരു ജീവി നമുക്ക് കാണാൻ പറ്റും. ചിലപ്പോ ഒരു ചെറിയൊരു ആന. അല്ല, ഒരുപാട് പേര് ഇവിടെ കണ്ടിട്ടുണ്ട്. ചിലപ്പോ കണ്ടേക്കാ ഒരു കൊമ്പൻ. പേടിക്കണ്ട, അതൊന്നും ചെയ്യത്തില്ല. ഭയങ്കര ഫ്രണ്ട്ലി ഒരു ആനയാണ്. അപ്പൊ ഇൻട്രോ എടുത്ത ഈ ഭാഗത്ത് നിന്ന് നമ്മൾ മുന്നോട്ട് പോകുന്നു. എന്താടാ നീ പറഞ്ഞ ശരിയാടാ, ഹെൽമെറ്റ് പോയിടാ. നമ്മൾ മുകളിലോട്ട് കയറുന്ന വഴിക്ക് ഇവിടെ കുറച്ച് ബന്നും വെള്ളം വെച്ചിട്ടുണ്ട്. ആക്ച്വലി ഇത് കുരങ്ങിന് വെച്ചതാണ്. അത് കണ്ടപ്പോ തന്നെ മനസ്സിലായി. എന്തായാലും എന്താ പറയാ, നല്ലൊരു പരിപാടിയാണ്. വെള്ളം കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ പ്ലാസ്റ്റിക് എടുത്തിട്ട് വെക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുടാ. പ്ലാസ്റ്റിക് റിമൂവ് ചെയ്യടാ. അല്ല, അത് കഴിക്കും. എന്നാലും ചാടിക്കോ, ഇങ്ങോട്ട് ചാടിയോടാ. ഈ ചുരത്തിന്റെ മെയിൻ റോഡാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിന്ന് താഴോട്ട് ഞാൻ ഇറങ്ങി വന്ന് ഈ ഒരു വ്യൂ പോയിന്റ് ഇവിടെ നിൽക്കുകയാണ്. എന്ത് അതിമനോഹരമായ വ്യൂ. സമയം ഇപ്പൊ 7 മണി ആവാറായി. അപ്പം ഞാനിപ്പോൾ കൊട്ടിക്കരയിലെത്തി. ഇപ്പം നമുക്ക് പുറകിൽ ഇഷ്ടംപോലെ കടകൾ കാണാം. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ദോശ കഴിക്കാം. നമ്മൾ ഇതുവരെ കയറാത്ത കടയിൽ വേണം നമുക്കിപ്പോൾ കയറാൻ വേണ്ടി, അല്ലേ? അതെ. കാരണം എന്താ പറയുക, ഒരു വ്യത്യസ്തമായിട്ട് ഒരു രുചി നമുക്ക് കിട്ടുമെന്ന് നോക്കാം. ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് ഇഷ്ടംപോലെ കടകൾ കാണാം. ಅವರು ಅಲ್ಲಿಂದಿರೆಲ್ಲ ಬರ್ಬೇಕಾದ್ರೆ ಇಲ್ಲೇ ಹನ್ನೊಂದು ಇದ್ದಾರೆ, ಅವರೊಂದು ಇದ್ದಾರೆ. അപ്പോൾ 2 ദോശ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നല്ല ദോശ വന്നിട്ടുണ്ട്, കഴിച്ച് നോക്കാം. നല്ല ചമ്മന്തി ഉണ്ട്, കൂട്ടിൽ സാമ്പാർ പോലെ സംഭവമുണ്ട്. ഈ കാണുന്ന ദോശയാണ് ഈ നാട്ടിലൊരു താരം തന്നെ പറയാം. കാരണം അത്യാവശ്യം നല്ല ഫേമസ് ആണ്. ഈ വെള്ളം പോലെ ഇരിക്കുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നീർദോശ എന്നുള്ള പേരും വന്നത്. ദോശ കഴിച്ചിട്ട് നമ്മൾ അടുത്ത കടയിലോട്ട് വന്നാണ് ഒരു ചായ കുടിക്കാൻ പറ്റി. നമുക്ക് ചായ കുടിക്കാം. ഇനി പോകണ്ടാവുക. അപ്പോൾ 2 കോഫി പിടിച്ചിട്ടുണ്ട്. മധുരയില്ലാട്ടാ. നല്ല ഇടി വെട്ടുന്നുണ്ട്. മഴ വരാനുള്ള സാധ്യത ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് ഈ കാണുന്ന പെട്രോൾ പമ്പിൽ നമുക്ക് ഫ്യൂൽ അടിച്ചിട്ട് നമുക്ക് പോവാം. എന്താണ് ഫുൾ ടാങ്ക് അടിക്കുന്നില്ലേ? ഞാൻ എൻ്റെ വണ്ടി എടുത്തില്ല ഇന്ന്. അപ്പം പുള്ളിക്കാരന് ഫുൾ ടാങ്ക് പെട്രോൾ വേണമെന്നാണ് പറയുന്നത്. താക്കോൽ എവിടാ? താക്കോൽ എവിടെ? ആ, ഓക്കെ, എന്തായാലും അത്യാവശ്യം നല്ല മഴ തന്നെ വരാൻ പോകുന്നുണ്ട്. കാരണം അത്രയ്ക്ക് ഇടിമിന്നലാണ്. എന്തോറ്റി? നല്ല കാറ്റല്ലേ, അവൻ കട അടയ്ക്കുവോ? അല്ല, നിന്റെ ഡെയിലൊക്കെ തന്നെ ആവുമ്പോ എന്ത് അവൻ തന്നെ പോകുന്നുണ്ട് കാറ്റ്. കടയില്ല പോലെ കാണുന്നുണ്ട്. അല്ല, നമ്മളിപ്പോ എങ്ങനെ ഇറങ്ങി പോവും? ഇങ്ങനെ കാറ്റെങ്കിൽ റോഡ് എന്തായാലും ബ്ലോക്ക് ആയിട്ടുണ്ടോ എന്തെങ്കിലും വീണിട്ട്? അയ്യോ 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 അയ്യോ. പോകാനുണ്ടോ? എന്തെങ്കിലും
മറ വീണിട്ടുണ്ടാവില്ലേ? കുടുങ്ങിപ്പോയി. ഞങ്ങൾ സത്യം പറഞ്ഞ കുടുങ്ങിപ്പോയി. വരണ്ടായിരുന്നു ദോശക്കാർക്ക് കഴിക്കാൻ വേണ്ടി. രാവിലെ വന്നാൽ മതിയായിരുന്നു. അത്യാവശ്യം നല്ല കാറ്റ് ഇടിമിന്നലാണ് വന്നുകൊണ്ടിരുന്നത്. മഴ ചെറുതായിട്ട് വന്ന് പോയെങ്കിലും ഇപ്പൊ ശക്തമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എങ്ങനെ താഴോട്ട് ഇറങ്ങി പോകുന്ന ആലോചിച്ചുകൊണ്ടിരിക്കുക. എന്ത് ചെയ്യും? എന്ത് പോയേ പറ്റും. ഇവിടെ ഇറങ്ങോ? ഇവിടെ തന്നെ ഇറങ്ങുവാണോ? ഇവിടെ സ്ഥലമുണ്ട്. പക്ഷെ നമ്മൾ എണീക്കാൻ നേരത്ത് ഈ കട ഇവിടെ ഉണ്ടാവുമെന്ന് സംശയം. ഈ നിലം കൂടുതൽ നമ്മൾ പൊങ്ങി പോകണമെങ്കിൽ പിന്നെ കുഴപ്പമില്ലായിരുന്നു. ഞാൻ എന്തെങ്കിലും ഞാൻ പോവാ. നടന്നുണ്ടല്ലോ വണ്ടി. കീ എന്റെ കയ്യിലുള്ളത്. ഞാൻ തല്ലിക്കൊണ്ടെങ്കിൽ പോകും. ഇന്ന് ഇറക്കല്ലേ? ശരിയാണല്ലേ തണുപ്പ്. ഞാൻ അത്യാവശ്യം കട്ടിയുള്ള തുണി ഇട്ടുകൊണ്ട് പിന്നെ കുറച്ചെങ്കിലും പ്രൊട്ടക്ട് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ നല്ല തണുപ്പും ഉണ്ട് കേട്ടോ. ആ പിന്നെ പക്ഷെ രസമുണ്ട്. ചെറുതായിട്ട് പേടിയുണ്ടെങ്കിലും രസമുണ്ട്. പേടിയുണ്ടെങ്കിലും രസമുണ്ടോ? അതെ അതെ. പക്ഷെ നീർദോശ തന്ന ആ ചാറില്ലായിരുന്നു, അത് വലിയ രസമില്ലായിരുന്നു. ചട്നി കുഴപ്പമില്ലായിരുന്നു, നല്ലോണം നല്ല ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എനിക്ക് മുമ്പ് വേറെ കൂട്ടായിരുന്നു ഒരു കറി കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും തലേന്ന് ഹെൽമെറ്റ് അയക്കണ്ടാട്ടാ. സേഫ്റ്റിക്ക് മഴയാ, ശോകം, കഷ്ടം. എന്നാലും കുഴപ്പമില്ല, നമ്മള് നല്ല രീതിയിൽ ആസ്വദിക്കുന്നുണ്ട്. അത് നേച്ചർ അങ്ങനെയാണ്, എപ്പോഴും എങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തില്ല. ഇവിടെ എന്തൊക്കെ ഒച്ച കേൾക്കുന്നുണ്ട്, വെറുതെ പേടിപ്പിക്കാൻ വേണ്ടി. എടാ, വണ്ടിയുടെ അകത്ത് ഒരു ലേസ് ഇല്ലേ? ഓ, ഒരു ലേസ് പാക്കറ്റ് ഉണ്ടോ? നീ പൊട്ടിച്ച്. ഈ തണുപ്പത്ത് ആകെയുള്ള ആശ്വാസം ഒരു ലേസ് പാക്കറ്റ് ഉള്ളതുകൊണ്ട് കഴിഞ്ഞ രക്ഷപ്പെട്ട്. ഇതെന്താ ലേസ് അല്ലേ? എന്തോന്ന് മാക്സ് വിട്ടേ. നമുക്ക് പോയാലോ? സമയം ഇപ്പൊ തന്നെ 9 മണി കഴിഞ്ഞ്. ഇനി അടുത്ത വലിയ മഴ വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ കുറച്ച് കുറവുണ്ട്, പോയേക്കാം.